പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മാളവികയാണെങ്കിൽ ഡേവിഡിൻ്റെ വിശ്വാസമെല്ലാം നേടിയെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനുശേഷം ഡേവിഡിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചൂഴ്ന്നെടുക്കുകയാണ് ചെയ്യുന്നത്. മാളവിക അങ്ങനെ ഓരോന്നോരോന്നായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഡേവിഡ് തന്നെ അതങ്ങോട്ടേക്ക് വിട്ടു തുറന്നൊന്നും പറയുന്നില്ല. ഡേവിഡ് പറയുന്നുണ്ട്, ഞാൻ തന്നെയായിരിക്കും ഈ എൻ ജ്വല്ലറിയുടെ MD. ഇനിയിപ്പോൾ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് താൻ എത്തുമെന്നൊക്കെ പറയും. അവിടെ ഡേവിഡിൻ്റെ ഒരു ചതി മാളവികക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ഡേവിഡിൻ്റെ മുകളിൽ ഉള്ളത് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സകല സമയങ്ങളും ഡേവിഡിനെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാളവിക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡേവിഡ് നാഗേന്ദ്രനെയും അവന്തികയും കാണാൻ വേണ്ടിയിട്ട് ഹോട്ടൽ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടേക്കാണ് അവർ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മാളവിക പുറകെ ചെന്ന് നോക്കും. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് അവന്തികയും നാഗേന്ദ്രനും ഡേവിഡുമായിട്ടിരുന്ന് സംസാരിക്കുന്നതാണ്. മാളവികക്ക് മനസ്സിലാവുന്നുണ്ട്, ഡേവിഡല്ല എൻ ജ്വല്ലറിയുടെ യഥാർത്ഥ MD. അതിന് പിന്നിൽ നാഗേന്ദ്രനും പിന്നെ അനന്തപുരിയിലെ തന്നെ കൊച്ചുമകളായ അവന്തികയും തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യങ്ങളൊക്കെ നെട്ടലോട് കൂടിയായിരിക്കട്ടോ മാളവിക മനസ്സിലാക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ ഈ ഒരു ഡീറ്റെയിൽഡ് എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ മാളവികയും ഡേവിഡും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അടുത്തിടപഴകുകയാണ് രണ്ടുപേരും. സ്വന്തം മോളെ പോലെ തന്നെ ഞാൻ കണ്ടോളാമെന്നും മാളു എന്ന് വിളിച്ചോളാമെന്നൊക്കെ ഡേവിഡ് പറയുന്നുണ്ട്. അങ്ങനെ ഡേവിഡിൻ്റെ അടുത്തേക്ക് മാളവിക കുറച്ച് ഡിസൈനുകളൊക്കെ ആയിട്ട് ചെല്ലാണ്. അന്നേരം ഡേവിഡ് ചോദിക്കുന്നുണ്ട്, എന്താ മാളു വിഷുവിനുള്ള പുതിയ ഡിസൈൻസ് ഒക്കെ ആയോ എന്ന്. അന്നേരം മാളവിക പറയുന്നുണ്ട്, അതെ ഞാൻ 2-3 ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സർ, ഇതൊന്ന് നോക്കിക്കേ എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഡിസൈനിൻ്റെ കാര്യത്തിലൊന്നും എനിക്കത്ര വലിയ അറിവൊന്നുമില്ല, അതൊക്കെ എൻ്റെ മുകളിൽ വേറെ ചിലരാണ് തീരുമാനിക്കുന്നത്, എന്നാൽ നന്നായിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ മാളവിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ സാറിൻ്റെ മുകളിലും എൻ ജ്വല്ലറിയിൽ ആളുണ്ട് അല്ലേ എന്ന്. അന്നേരം ഉടനെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, ആ എൻ്റെ മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ താമസിയാതെ തന്നെ എൻ ജ്വല്ലറിയിലെ സകല സ്വത്തും എൻ്റെ കൈക്കുള്ളിലാവും, ഞാൻ തന്നെ പൂർണ്ണമായിട്ടും എൻ ജ്വല്ലറിയുടെ MD ആയി മാറുമെന്ന് പറയും. അന്നേരം മാളവിക ചോദിക്കുന്നുണ്ട്, അതെന്താ സാറേ അങ്ങനെ പറയുന്നത്, അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ മുകളിലുള്ളവരെ പറ്റിക്കാൻ വേണ്ടി പോവാണോ, ഇതെല്ലാം സാറ് ഒറ്റയ്ക്ക് വെട്ടിപ്പിടിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഡേവിഡിനൊരു ഞെട്ടലായിരിക്കും. ഡേവിഡിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഡേവിഡ് അങ്ങ് പറഞ്ഞതാണ്, എങ്ങനെയെങ്കിലും ഇത് നേടിയെടുക്കണമെന്നുള്ള ചതിയോടുകൂടെ എങ്ങനെ പറയുമ്പോഴും ഡേവിഡ് പറയുന്നുണ്ട്, അല്ല മാളവിക അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അങ്ങനെ എൻ്റെ മുകളിലുള്ളവരെ ഒന്നും തോൽപ്പിച്ചിട്ട് ഒന്നും വെട്ടിപ്പിടിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെ ഈ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗം അതെനിക്ക് വേണമെന്നുണ്ട്, പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ പുതിയ ബ്രാഞ്ചിലേക്ക് ഒരു പുതിയ മാനേജർ വരികയാണെന്ന് പറയും. അതുപോലെ തന്നെ ഈ കമ്പനിക്ക് ഒരു പുതിയ MD കൂടി വരുമെന്ന് പറയുമ്പോൾ മാളവിക ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാളോ, അതാരാണ് എന്ന്. അല്ല നമ്മുടെ അടുത്ത ബ്രാഞ്ച് ഉദ്ഘാടനമാണല്ലോ, ആ സമയത്ത് മാളവികക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാരാണ് സാറേ പുതിയ ആൾ എന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ മാളവികയോട് സംസാരിച്ചു കഴിഞ്ഞു, അതൊന്നും ആവശ്യമില്ല, അത് പല രഹസ്യങ്ങളും കമ്പനിയുടേതായിട്ട് പുറത്തേക്ക് പോകുമെന്ന് പറയും. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അല്ല സാറിൻ്റെ മോളെ പോലെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ എന്നെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ, ഇനിയിപ്പോൾ അതൊക്കെ തെറ്റായിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. അന്നേരം അടുത്ത ആഴ്ച നമ്മൾ പുതിയ ബ്രാഞ്ചിലേക്ക് മാനേജർ എത്തില്ലേ, മാളവികക്ക് മോഡലിങ്ങിലൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. മാളവിക പറയുന്നുണ്ട്, അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്, ഞാനൊരു ഡിസൈനറാണ്. അല്ല മാളവികക്ക് കഴിവും അതുപോലെ തന്നെ നല്ല സൗന്ദര്യമുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്, എൻ ജ്വല്ലറിയുടെ മോഡലായിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാമെന്ന് പറയും. അന്നേരം മാളവിക പറയുന്നുണ്ട്, അയ്യോ സർ എനിക്ക് മോഡലിങ്ങിലൊന്നും വലിയ താല്പര്യമില്ല, അതിനെക്കുറിച്ചിട്ട് എനിക്കൊന്നും അറിയ പോലുമില്ല, എനിക്കാകെപ്പാടെ അറിയാവുന്നത് ഈ ഡിസൈനിങ് മാത്രമാണ്, അത് ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ, എൻ ജ്വല്ലറിയുടെ ഒരു മോഡൽ കൂടി മാളവികക്കാവാമെന്ന്. അന്നേരം മാളവിക ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടല്ലോ, അതെന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് തന്നെ കൊത്തിയെടുത്തതാണല്ലേ സാറേ എന്ന്. അനന്തപുരിയിലെ കൊച്ചു മോഡലല്ലേ ആ നവ്യ ഇപ്പോൾ നമ്മുടെ മോഡലായതുകൊണ്ട് തന്നെ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യം കൂടി ഉണ്ടോ സാറേ എന്ന് ചോദിക്കും. അന്നേരം തന്നെ അയാൾ പറഞ്ഞിട്ട്, അതെ നവ്യാണ് ഇപ്പോൾ മോഡല്, അവളുടെ കഴിവൊന്നും കണ്ടിട്ടൊന്നുമല്ല നമ്മൾ അവളെ എടുത്തത്, മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണത് ചെയ്തത് എന്ന് പറയും. അത് മൂർത്തി ജ്വല്ലറിക്കാരുടെ കൊച്ചുമോളാണെന്നും ആ കുടുംബത്തിലെ ഒരു അംഗമാണെന്നും ഈ എൻ ജ്വല്ലറിയുടെ മോഡൽ എന്നറിയുമ്പോൾ ആൾക്കാർക്കെല്ലാം ജ്വല്ലറിയോടുള്ള വിശ്വാസത പോയിക്കൊണ്ടിരിക്കില്ലേ, അതിനു വേണ്ടി കളിച്ച ഒരു വെറും കളി മാത്രമാണ്, അല്ലാതെ നവ്യക്ക് വലിയ കഴിവൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്ന് പറയും. മാളവിക പറയുന്നത്, എനിക്കങ്ങനെ മോഡലിംഗ് ഒന്നും താല്പര്യമില്ല എന്ന്.
അല്ല, അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാളവികക്ക് മോഡലിംഗ് ചെയ്യാം. ഏഞ്ചലറിയുടെ കൂടെ തന്നെ മുന്നോട്ട് പോവാം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ മാളവിക പറയുന്നുണ്ട്, ശരിയാണ് സാറേ. അങ്ങനെ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചതിന് ശേഷം ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഈ ഡിസൈനിങ് ഒക്കെ നോക്കിയിട്ട് എനിക്കിങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, ഞാൻ പറയാം, ഞാൻ മുകളിൽ കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞില്ലേ, അവരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവർക്ക് ഞാൻ ഇതെല്ലാം അയച്ചു കൊടുത്ത് അവരെ ഇതെല്ലാം കണ്ടതിന് ശേഷം പറയും, എന്നിട്ട് മാളവികയോട് പറയുമെന്ന് പറയും. അന്നേരം മാളവിക പറയുന്നുണ്ട്, ശരി സർ, എന്നാൽ ഞാൻ പോവട്ടെ. നയനാസ് കളക്ഷനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൂട്ടേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ വേണ്ടേ, ഇപ്രാവശ്യം വലിയ രീതിയിലൊന്നും നയന കളക്ഷൻ രംഗത്തിലിറങ്ങാൻ പോകുന്നില്ല. കാരണം അവർ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷനൊന്നും മൂർത്തി ജ്വല്ലറി കാണുകയില്ല എന്നും അവർ പറയുന്നുണ്ട്. ശരി, നമുക്ക് ഇപ്രാവശ്യം മാർക്കറ്റിൽ ഒന്നാമതാവാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മാളവിക പോരുന്നത്. ഇതിനൊക്കെ ശേഷം മാളവിക നേരെ ആദർശിനെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ആദർശിനോട് പറയാണ്, സർ പറഞ്ഞതനുസരിച്ച് കൊണ്ടാണ് ഞാൻ അവിടെ കയറിയത് എങ്കിലും ഇപ്പോൾ ഡേവിഡ് എനിക്കൊരു മോഡലിങ്ങിൻ്റെ അവസരം കൂടി തന്നിരിക്കുന്നുണ്ട്. ജ്വല്ലറിയുടെ മോഡലാവുന്നുണ്ടോ എന്ന് പോലും അവരെന്നോട് ചോദിച്ചു. അന്നേരം ആദർശ് പറഞ്ഞിട്ട്, ആഹാ, അത് കൊള്ളാലോ, അത് നല്ലൊരു അവസരമാണല്ലോ. മാളവികക്ക് അത് നല്ലൊരു അവസരം തന്നെയാണ്. നമ്മൾ കഷ്ടിച്ചൊരു ഡിസൈനറെ അവരുടെ കയ്യിൽ കൂട്ടാൻ പരിശ്രമിക്കുമ്പോൾ ഇപ്പോൾ മോഡലിംഗ് ആയിട്ട് കൂടി ക്ഷണം കിട്ടിയല്ലോ. അപ്പം നവ്യ ഇല്ലേ അവിടെ, അവരുടെ മോഡലായിട്ട് നവ്യയല്ലേ എന്ന് ചോദിക്കും. അതെ സർ, നവ്യ തന്നെയാണ് അവരുടെ മോഡൽ. ഞാൻ ചോദിക്കുകയും ചെയ്തു, നവ്യയല്ലേ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന്. അപ്പോൾ പിന്നെ ഒരു പുതിയ മോഡൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, നവ്യയ്ക്ക് വലിയ കഴിവും ഗുണമൊന്നും ഇല്ലാന്ന്. കഴിവും ഗുണമൊന്നും ഉണ്ടായിട്ടില്ല നവ്യ അവർ മോഡലാക്കി വെച്ചിരിക്കുന്നത്. അനന്തപുരി തറവാടിനോടും മൂർത്തി ജ്വല്ലറിയോടുമുള്ള പക വീട്ടാൻ വേണ്ടിയിട്ടാണ്, അവരെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നവ്യ ജ്വല്ലറിയുടെ മോഡലായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറേയധികം ലാഭമാണ് ഉണ്ടാവുന്നത്. അതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മൂർത്തി ജ്വല്ലറിയോട് ഉള്ളിൻ്റെ ഉള്ളിൽ ശത്രുതയുള്ള ആരോ ആണ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ആരോ ഒരാൾ അതിൻ്റെ പിന്നിലുണ്ട്. ഈ ഡേവിഡ് ഒന്നുമല്ല, ഡേവിഡിൻ്റെ പുറകിൽ വേറൊരാളുണ്ട്. ഡേവിഡിൻ്റെ കോൾ കൂടുതൽ പോകുന്നത് AX എന്ന് പറയുന്ന ഒരു നമ്പറിലേക്കാണ്. ആ AX ആരാണെന്ന് കണ്ടെത്തുകയാണല്ലോ മാളവിക നമ്മുടെ ലക്ഷ്യം. മാളവിക പറയുന്നുണ്ട്, ഈ രീതിയിൽ പോയാൽ അധികം താമസിയാതെ തന്നെ ഞാൻ ആ AXനെ കണ്ടെത്തും സർ. ആ ഡേവിഡ് വഴി തന്നെ ഞാൻ കണ്ടെത്തും. ഇപ്പോൾ ഡേവിഡിന് എന്നെ നല്ല വിശ്വാസമാണ്. എന്നെ ഒരു മകളെ പോയാലാണ് അദ്ദേഹം കാണുന്നത്. എന്ന് വെച്ച് മാളു എന്നൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ എന്നോട് തുറന്നു പറയാറുമുണ്ട്. എന്നാലും മുകളിലെ ഒരു ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അങ്ങ് തുറന്നു പറയാൻ ഡേവിഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ അയാളെ ഞാൻ 24 മണിക്കൂർ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാളുടെ സംസാരവും ഫോൺ കോളും യാത്രകളും ഒക്കെ കൊണ്ട് എല്ലാം അധികം വൈകാതെ തന്നെ അതിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് പറ്റുമെന്ന് പറയണം മാളവിക. ആദർശ് പറയുന്നുണ്ട്, വെൽ ഡൺ മാളവിക, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അങ്ങനെ മാളവിക അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് അനിയായിരിക്കും. അനിക്കാണെങ്കിൽ ആകെ ടെൻഷനും വിഷമവും ദേഷ്യമൊക്കെ വരികയാണ്. നന്ദു ആണെങ്കിൽ അനിയോട് വീണ്ടും പിണങ്ങിയിരിക്കുകയാണ്. അനിയുടെ ഓഫീസിലേക്ക് ചെന്ന നന്ദുവിനെ ഓഫീസിലേക്ക് കയറ്റി വിടാതിരിക്കുകയും നന്ദുവും തിരിച്ചൊരു പണി അനിക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദുവിൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന അനിയെ കാണാൻ വേണ്ടിയിട്ട് നന്ദു സമ്മതിക്കുന്നില്ല. അവിടെ ആ SIയോട് പറയുന്നുണ്ട് ആ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല എന്ന്. അങ്ങനെ അനിയും ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്നും മടങ്ങുകയാണ്. അനിയുടെ മനസ്സിൽ നല്ല വിഷമം തോന്നി. അനി പറയുന്നുണ്ട്, ആ സമയത്ത് എനിക്കൊരു കോൾ എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവളോട് ചെയ്തത് തെറ്റായിപ്പോയി. അവൾ അതിന് എന്നോട് പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ എന്നോട് തെറ്റിയിരിക്കുകയാണ്. ആകെപ്പാടെ മനസ്സിലൊരു സംഘർഷാവസ്ഥയായിരിക്കും അനിക്ക്. ഇതൊക്കെ ഏത് സമയം കളങ്ങിത്തെറിഞ്ഞ് നേരെയാവുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ആ നവീൻ അവൻ്റെ വിവാഹാലോചന എല്ലാം കൂടി ആലോചിക്കുമ്പോൾ തലക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും. അതുപോലെ തന്നെ ജ്വല്ലറി കാര്യങ്ങൾ ശരിക്കുമൊന്ന് നോക്കാൻ പോലും ഇപ്പോൾ അനിക്ക് സാധിക്കുന്നില്ല. ആദർശേട്ടൻ ഇരുന്ന ആ ഒരു കസേരയിലേക്ക് എന്നെ പിടിച്ചിരുത്തിയിട്ട് ഇപ്പോൾ അത് ഒരു വല്ലാത്ത പൊല്ലാപ്പായി പോയി. അവിടെ ഇരിക്കുമ്പോൾ എന്താ നടക്കുന്നത് പോലും അറിയാൻ പറ്റുന്നില്ല. അച്ഛനും ഇളയച്ചനും എല്ലാവരും കൂടി എന്നോട് കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ടെങ്കിലും എന്നിലും എനിക്കങ്ങ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും അനി. ഇതേ സമയത്തിന് നന്ദുവിൻ്റെ മനസ്സിൽ നന്ദു ചിന്തിക്കുന്നുണ്ട്, അനി അവൻ ഇവിടെ വന്നിട്ട് പോയി, അവൻ അങ്ങനെ തന്നെ വേണം. എന്നോട് അവൻ ഇത് തന്നെയല്ലേ ചെയ്തത്. അതിൻ്റെ ബുദ്ധിമുട്ട് അവനൊന്ന് മനസ്സിലാവട്ടെ. അന്ന് രാത്രി നവീനേട്ടൻ യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അനി പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ അല്പമൊന്ന് താമസിച്ചു പോയി. എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവനാണെങ്കിൽ മനസ്സിലാക്കിയിരുന്നു.
അത്രയും അധികം ദേഷ്യപ്പെട്ട് അവിടെ നിന്നും അവനങ്ങ് പോയി. അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയോ കാണാൻ സമ്മതിക്കുകയോ ചെയ്തില്ല. അങ്ങനെ തന്നെ ഞാൻ തിരിച്ചും ചെയ്തു. നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത്രയല്ലേ ഞാനും അവനോട് തിരിച്ചു ചെയ്തുള്ളൂ എന്നിങ്ങനെ നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തായിരിക്കട്ടോ അങ്ങോട്ടേക്ക് നവീൻ വരുന്നത്. നവീൻ അന്നേരം നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നന്ദു എവിടെ പോവുകയാണേ എന്ന്. നന്ദു നവീനെ കാണുമ്പോൾ നന്ദുവിന് എന്തോ ഒരു വല്ലായ്ക തോന്നും. പെട്ടെന്ന് തന്നെ നന്ദു പറയുന്നുണ്ട്, അതെ ഞാനൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് നവീനേട്ടാ നമുക്ക് പിന്നെ കാണാമെന്ന് പറയും. അന്നേരം നവീന് പറയുന്നുണ്ട്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോവില്ലേ, ഞാൻ കൂടെ വന്നു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, എന്തേ? നന്ദു പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട നവീനേട്ടാ, ഞാൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പോവില്ലേ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറയും. അന്നേരം നവീൻ പറയുന്നുണ്ട്, എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ലുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കൂടി നന്ദുവിൻ്റെ കൂടെ വരാം, വെറുതെ ബോറടിച്ചിരിക്കായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്തിന് നന്ദു വേണ്ട എന്ന് പറഞ്ഞിട്ടും ബൈക്കിന് പുറകിൽ നവീൻ അങ്ങ് കയറുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ഒരു ചെറിയ കശപിശയും ബഹളവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വഴിയിൽ ഒരു ചെറിയ കശപിശയും ബഹളമൊക്കെ അവർ കാണുന്നത്. അന്നേരം തന്നെ നന്ദു അവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലും. സ്ഥലത്തേക്ക് എത്തിയ ചെറിയ ഗുണ്ടകൾ തമ്മിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അവിടെ. അന്നേരം നന്ദു അങ്ങോട്ടേക്ക് ചെന്ന് ഇടപെടും. നന്ദു ചെന്ന് ഇടപെടുമ്പോൾ നന്ദുവിനെ അവർ പരിഹസിക്കുകയാണ്. യൂണിഫോമിലല്ലാത്തത് കൊണ്ട് തന്നെ അവർ നന്ദുവിനെ ഒരുപാടധികം പരിഹസിക്കുന്നുണ്ട്. ഒരു പെണ്ണ് എന്ന രീതിയിൽ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു അടി അങ്ങ് കൊടുക്കുകയാണ് നന്ദു. അന്നേരം ആ കൂട്ടത്തിൽ ഒരുത്തൻ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് SI നന്ദു ആണെന്ന്. ഉടനെ തന്നെ അവർ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നുണ്ട്, അത് ആ പോലീസുകാരിയാണെന്ന്, അവൾ ഈ പോലീസിലെ SI ആണെന്ന് പറയും. അന്നേരം തന്നെ അവന്മാരെല്ലാം തന്നെ പറയുന്നുണ്ട് SI എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ വണ്ടിയൊക്കെ എടുത്തിട്ട് പേടിച്ച് അവിടെ നിന്നങ്ങ് പോയി. നന്ദുവിനെ തള്ളിയിട്ടതിന് ശേഷം നന്ദു അങ്ങ് മറിഞ്ഞു വീഴാണ്. നന്ദുവിൻ്റെ കയ്യിലെ മുട്ടങ്ങ് ചെന്നിട്ട് നിലത്തിടിച്ച് കൈയിൻ്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി. കുറച്ച് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ബ്ലഡ് വരുന്നത് കാണുമ്പോൾ നവീൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്ന എന്താ പറ്റിയേ, ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയും. അന്നേരം നന്ദു പറഞ്ഞിട്ട് ഏയ് അതൊന്നും സാരമില്ല, ഇത് ഹോസ്പിറ്റലിൽ പോകാനുള്ള കേസൊന്നുമില്ല എന്ന് പറയും. അന്നേരം നവീൻ നിർബന്ധിക്കുന്നുണ്ട്, ഇല്ല നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫസ്റ്റ് എയ്ഡെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയും. എന്നിട്ട് നന്ദുവിൻ്റെ കൈയൊക്കെ എന്നെ തുടച്ചു കൊടുക്കുകയാണ് നവീന്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, വാ എൻ്റെ കൂടെ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവീൻ വണ്ടി ഓടിച്ചിട്ട് നന്ദുവിനെ പുറകിലിരുത്തിക്കൊണ്ട് തന്നെ നിർബന്ധിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ആ സമയത്തായിരിക്കും അതുവഴി അനി കടന്നു പോകുന്നത്. അനി കാണുന്ന കാഴ്ച നവീൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തിന് നവീൻ്റെ പുറകെ ഇരിക്കുന്ന നന്ദുവിനെ ആയിരിക്കും. ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലട്ട അനിക്ക്. ഒരു നിമിഷം അനി അവിടെ വണ്ടി നിർത്തി. അവർ രണ്ടുപേരും സംസാരിച്ച് എവിടെയോ അങ്ങനെ കറങ്ങി നടക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും അനിക്ക് തോന്നുന്നത്. അനിയുടെ മനസ്സിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണെന്ന് മാത്രമല്ല അവനിയുടെ മനസ്സിൽ വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആഹാ ഞാനൊന്ന് കാണാൻ വന്നിട്ട് കാണാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല. എന്നിട്ടിപ്പോൾ ഈ സമയത്ത് ഓഫീസ് ഡ്യൂട്ടിയുടെ സമയത്ത് ഒരു 100 വട്ടം പണിയാണ് തിരക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് നവീനുമായിട്ട് കറങ്ങി നടക്കുകയാണല്ലോ. ഇതാണ് ഇപ്പോൾ ഇവളുടെ പരിപാടി. പല സമയത്തും ഇവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഈ നവീൻ ഉണ്ടായത് കൊണ്ടല്ലേ. അന്ന് പിറന്നാളിന് ശേഷം സംഭവിച്ച ഓരോ കാര്യങ്ങളൊക്കെ ഇത് തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അന്ന് നവീൻ വന്ന് അവൾക്ക് മോതിരം കൊടുക്കുകയും കേക്ക് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് അവളുടെ മനസ്സൊരു പക്ഷേ മാറിയിട്ടുണ്ടായിരിക്കാമെന്നൊക്കെ ചിന്തിക്കാൻ അനി. അതിനുശേഷം അവൾക്ക് എന്നോട് ഒരു അകൽച്ചയുണ്ട്. ഇന്നും ഞാൻ ഇവിടെ ചെന്നിട്ട് കാണാനൊന്നും അനുവദിച്ചില്ല. ഫോൺ വിളിച്ച കോൾ അറ്റൻഡ് ചെയ്യുന്നത് പോലുമില്ല. അതിനുശേഷം 100 വട്ടം പണിയാണെന്നൊക്കെ പറഞ്ഞ് നന്ദു ഇപ്പോൾ ഇങ്ങനെ തന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. നവീൻ പറഞ്ഞതുപോലെ തന്നെ അവൻ കാര്യമാക്കി. ഇപ്പം നന്ദു എന്നെ ഒഴിവാക്കുകയാണ്. അവൾ ഏത് സമയവും നവീൻ്റെ കൂടെയാണ്. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്നാണ് ഇത്ര നാൾ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതൊന്നും തെറ്റിദ്ധാരണയല്ല. നന്ദു എന്നിൽ നിന്നും ഒഴിഞ്ഞു പോവാണ്. ഇതെനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കാട്ടോ അനി. അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. നവീനെയും പറഞ്ഞ് മനസ്സിലാക്കണം. നവീനോട് ഇനി സത്യങ്ങളൊക്കെ തുറന്നു പറയാതെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ അനിങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിൽ ചിന്തിക്കാണ്. എന്നിട്ട് അനി തന്നെ വിചാരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ നവീനോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയും. അവൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്നും ഇപ്പോൾ എനിക്കറിയില്ലല്ലോ. നന്ദുവിൻ്റെ മനസ്സിൽ നവീനോട് ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇത് തുറന്നു പറയും? അവർ തമ്മിൽ ചേരേണ്ടവരാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഇതിൽ ഇടയിൽ കയറുന്നു? ഞാൻ എന്തിനാ അവർക്കൊരു ശല്യമായിട്ട് നിൽക്കുന്നത്? ഞാൻ ഇനി ഒന്നിനും പോകുന്നില്ല എന്നങ്ങനെ അനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അനിയുടെ മനസ്സാകെ കലുഷിതമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് മാളവികനായിരിക്കും. മാളവികക്ക് കുറച്ചും കൂടി ഡിസൈനുകളൊക്കെ നയന കൊടുക്കുകയാണ്. നയന പറയുന്നുണ്ട്, നല്ല അടിപൊളി ഡിസൈനുകളാണിത് മാളവിക, ഇതൊക്കെ കൊണ്ടുകൊടുത്ത് അവരുടെ മനസ്സങ്ങ് പിടിച്ചു കുലുക്കണം.
ആ ഡേവിഡിൻ്റെ വിശ്വാസ്യത ഒരിക്കലും കൈവിടരുത്, അയാളുടെ മനസ്സിലുള്ളത് മുഴുവൻ അങ്ങ് ഊറ്റിയെടുക്കണമെന്നൊക്കെ പറയും. അന്നേരം മാളവിക പറയുന്നത് ആ ശരിയാ, ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ഏകദേശം അവിടെ എത്തും കാര്യങ്ങളൊക്കെ മാഡം എന്ന് പറയും. അന്നേരം നയന പറയുന്നത് ദേ മാളവിക കളക്ഷൻ അങ്ങ് ഫേമസ് ആകുമ്പോഴേ നമ്മളൊന്നങ്ങ് മറക്കരുത് കേട്ടോ, ജ്വല്ലറിയിലെ സ്ഥിര സ്റ്റാഫായിട്ട് അങ്ങോട്ടേക്ക് കയറാമെന്നും ഓർക്കുകയും വേണ്ട. ഇപ്പോൾ തന്നെ അവരുടെ സാലറി നല്ല രീതിയിൽ തന്നെ തരുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷേ മാളവിക പറയുന്നത് അയ്യോ മാഡം അങ്ങനെയൊന്നും പറയല്ലേ, എനിക്കിപ്പോൾ ഈ ഒരു ജോലിക്ക് വരേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് വിദേശത്ത് തന്നെ നിന്നാൽ മതിയായിരുന്നു. താൽക്കാലികമായി വന്ന സമയത്താണ് ഇങ്ങനൊരു ഓഫർ എനിക്ക് തന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സാറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. ഞാൻ മൂർത്തി ജ്വല്ലറിയിൽ നിന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു സാറിൻ്റെ കീഴിലും സാറിൻ്റെ അച്ഛൻ്റെ കീഴിലും ഒരുപാട് വർക്ക് ചെയ്യുകയും ചെയ്തതാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാനിത് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ പറയും. അല്ലാതെ എനിക്ക് ജ്വല്ലറി ജോലിയും വേണ്ട, അവിടുത്തെ ശമ്പളവും വേണ്ട, ഞാനിത് ചെയ്തു തീർക്കാം. എന്നിട്ട് പറഞ്ഞ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് വിദേശത്തേക്ക് പോയിക്കോളും. പിന്നെ എനിക്കിതിന് ഒന്നും നിൽക്കാനും പോകുന്നില്ല, അതുകൊണ്ട് എന്നെ വിശ്വസിച്ചോളൂ എന്നൊക്കെ പറയും. അന്നേരം നയന പറഞ്ഞത് അയ്യോ മാളവികയെ തെറ്റിദ്ധരിക്കൊന്നുമില്ല, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണെന്ന് പറയും. അങ്ങനെ അവിടെ മാളവികാസ് കളക്ഷൻ വളരെ അടിപൊളിയായിട്ട് ഒരുങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. മൂർത്തി ജ്വല്ലറിക്കും ഒരു നയന കളക്ഷൻസ് ഒരുക്കാൻ താൻ തീരുമാനിച്ചിട്ടുണ്ട്. മൂർത്തി ജ്വല്ലറിയും വിഷുവിന് നല്ല കുറേയധികം കളക്ഷൻസ് വരണം. ഇത് ചിലപ്പോൾ മാളവിക കളക്ഷനേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ജ്വല്ലറി സെയിൽ കൊണ്ടുപോകുന്നു വേണ്ട, ഇതിന് പകരമായിട്ട് അതിന് കുറച്ചുകൂടി നല്ല കളക്ഷൻസ് മൂർത്തി ജ്വല്ലറി ഞങ്ങൾ കൊണ്ടുവരും. അപ്പോൾ മാളവിക പറഞ്ഞിട്ട് അത് ശരിയാണ്, ഇപ്പോൾ അവരോർത്തിരിക്കുന്നത് മാഡം അവിടെ ഒന്നും ചെയ്യില്ല എന്നാണ്. കാരണം ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് കൊണ്ട് തന്നെ മാഡം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ. നയന കളക്ഷൻസ് പുതിയ മോഡലൊന്നും വരില്ല എന്നാണ് ഡേവിഡിൻ്റെയൊക്കെ വിചാരം എന്നൊക്കെ പറയും. അതിനൊക്കെ ശേഷം ഈ കളക്ഷൻസായിട്ട് മാളവിക ചെല്ലുകയാണ് ഡേവിഡിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തിന് ഡേവിഡ് പറഞ്ഞിട്ട് ആ മാളവിക എത്തിയോ, വരൂ. സാറേ ഇത് ഞാൻ കൊണ്ടുവന്ന ഡിസൈനുകളാണ്, ഈ ഡിസൈനുകളുടെ കാര്യമൊക്കെ എന്തായി, ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ഡേവിഡ് പറഞ്ഞിട്ട് ആ കളക്ഷൻസൊക്കെ അവർക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ മേക്ക് ചെയ്യാൻ കൊടുത്താൽ മാത്രം മതി, ഉടനെ തന്നെ അത് ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്ന് പറയും. മാളവിക പറഞ്ഞിട്ട് ദേ സാറേ ഞാൻ കുറച്ച് കളക്ഷൻസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൂടി അവരോടൊന്ന് ചെക്ക് ചെയ്യാൻ പറയണമെന്ന് കേട്ടപ്പോൾ ഡേവിഡ് അത് ശരിയെന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഡേവിഡിന് പെട്ടെന്നൊരു കോൾ വരുന്നത്. വളരെയധികം ഭവ്യതയോട് കൂടിയായിരിക്കും ഡേവിഡ് ആ ഒരു കോൾ എടുക്കുന്നത്. നാഗേന്ദ്രനായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ നാഗേന്ദ്രൻ ഡേവിഡിനോട് എന്തൊക്കെയോ രഹസ്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഡേവിഡ് പറയുന്നുണ്ട് ആ കുട്ടി ഡിസൈനുകളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടി ഞാൻ വരുമ്പോൾ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കും. നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് ആ ശരി, അതും കൂടി കൊണ്ടുവന്നോളൂ. അങ്ങനെ നമ്മുടെ മാളവിക കൊണ്ടുവരുന്ന ആ ഒരു കളക്ഷൻസ് എല്ലാം കൊണ്ടുപോവാണ് ഡേവിഡ്. നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇത് മാളവിക കേൾക്കും. അന്നേരം മാളവിക മനസ്സിലാക്കുന്നുണ്ട് ഇനി ഡേവിഡ് മുകളിലെ ആളുടെ അടുത്തേക്കായിരിക്കും ഈ ഡിസൈനുകളൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നതെന്ന്. അപ്പോൾ ആ സ്ഥലം കണ്ടെത്താൻ പറ്റുമോ എന്ന് അവൾ വിചാരിക്കും. അങ്ങനെ ഡേവിഡ് മാളവികയോട് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയും. പിന്നീട് കാണാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡിസൈനൊക്കെ എടുത്തുകൊണ്ടായിരിക്കട്ടെ അയാൾ ഇറങ്ങുന്നത്. അന്നേരം മാളവിക പെട്ടെന്ന് തന്നെ ആദർശിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ആദർശ് സാറേ ഡേവിഡ് ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട്, നേരെ പോകുന്നത് ഇതിൻ്റെ മുകളിൽ ആ ഒരു എക്സ് എന്ന് പറഞ്ഞ ആ ആളുടെ കോൾ വന്നിരുന്നു, അയാളെ കാണാൻ തന്നെയായിരിക്കും പോകുന്നത് എന്ന് പറയും. എത്രയും പെട്ടെന്ന് തന്നെ മാളവിക അയാളെ ഫോളോ ചെയ്യുമെന്ന് പറയണം ആദർശ്. ഈ എക്സ് എവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന്. അന്നേരം ശരി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഡേവിഡിൻ്റെ പുറകെ ഓട്ടോറിക്ഷയിൽ മാളവികയും അങ്ങ് പോവാണ്. അങ്ങനെ ഓട്ടോറിക്ഷ നേരെ ഡേവിഡിൻ്റെ കാറിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഡേവിഡ് പോകുന്ന ആ ഒരു ഹോട്ടൽ റൂമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ മാളവിക പോവും. മാളവിക അവിടെ ചെന്നുകൊണ്ട് തന്നെ ഹോട്ടലിൻ്റെ മുന്നിലെത്തി ഡേവിഡിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഡേവിഡ് കാണാതെ പതുക്കെ പങ്ങിക്കൊണ്ട് തന്നെ മാളവിക പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡേവിഡ് ഒരു ഹോട്ടൽ റൂമിലേക്ക് ചെന്ന് മുട്ടാണ്. അപ്പോഴേക്കും നാഗേന്ദ്രൻ്റെ ഡോറാണ് തുറക്കുന്നത്. ഡേവിഡ് അകത്ത് കയറുന്നുണ്ട്. അതിനുശേഷം ഡോറ് പിന്നീട് അടക്കാൻ തന്നെ അവർ മറന്നു. മാളവിക അവിടെ പതുങ്ങി നിന്നിട്ട് ഇവരുടെ സംസാരം എല്ലാം തന്നെ കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നാഗേന്ദ്രൻ്റെ കൂടെ അവിടെ അവന്തികയുമുണ്ട്. അവർ 3 പേരും കൂടിയായിരിക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. മാളവികാസ് കളക്ഷനെ കുറിച്ചും മറ്റുമൊക്കെ അവർ പറയുന്നുണ്ട്. മൂർത്തി ജ്വല്ലറി തകർക്കുന്നതിനെ കുറിച്ചുമൊക്കെ അവർ പറയാണ്. പെട്ടെന്ന് തന്നെ നാഗേന്ദ്രനെ കാണുമ്പോൾ മാളവികക്ക് ആളെ മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ അവന്തികയെ കാണുമ്പോൾ മാളവികക്ക് ആളെ പെട്ടെന്ന് പിടികിട്ടും. മാളവിക വിചാരിക്കുന്നത് ഇത് അനന്തപുരിയിലെ കുട്ടിയല്ലേ, ആദർശ് സാറിൻ്റെ സിസ്റ്റർ, പുള്ളിക്കാരി എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇവർ തമ്മിൽ എന്താ ബന്ധമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ മൂർത്തി ജ്വല്ലറി ചതിക്കാൻ അനന്തപുരിയിലെ അവന്തിക കൂടെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ എന്തായിരിക്കും ബന്ധമെന്നൊക്കെ വിവരിച്ചുകൊണ്ട് തന്നെ മാളവിക ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ആ വീഡിയോസൊക്കെ അപ്പം തന്നെ അവർ ആദർശിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന ആദർശ് ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി.
ആദർശാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ആ കൂട്ടത്തിൽ അപ്പച്ചിയുടെ ഭർത്താവായ നാഗേന്ദ്രനാണ്. നാഗേന്ദ്രൻ മാത്രമല്ല, നാഗേന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നത് അവന്തികയായിരിക്കും. അനന്തപുരിയെ തകർക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് ചതിക്കാനുള്ള അവന്തിക എന്നൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത ഞെട്ടലോട് കൂടെ ആയിരിക്കും ആദർശ ആ വീഡിയോ കണ്ട് നിൽക്കുന്നത്. ആദർശ ആ വീഡിയോസൊക്കെ നേരെ നയനയെ കാണിക്കും. നയന, നീ ഇതൊന്ന് നോക്ക്, അവന്തിക നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കാണ്. ഈ മൂർത്തി ജ്വല്ലറിയിൽ നിന്നും സകല കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നത് മറ്റാരുമല്ല, അത് അവന്തിക തന്നെയാണ്. അവളുടെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് അവൾ നമ്മളെ ചതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത് എന്നൊക്കെ പറയണം ആദർശേ. അങ്ങനെ നയനയും ആദർശും ഈ അവന്തികയും നാഗേന്ദ്രനെ കണ്ടുകൊണ്ടതിനെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. എൻ ജ്വല്ലറിക്ക് പുറകിലുള്ള ആ ഒരു എക്സിനെ നമ്മുടെ മാളവികയെ കണ്ടെത്തി കൊടുക്കുന്നുണ്ട് ആദർശിനെ. നാഗേന്ദ്രനും അവന്തികയും ചേർന്നുകൊണ്ടാണ് മൂർത്തി ജ്വല്ലറിക്കെതിരായിട്ട് കളിക്കുന്നത് എന്ന കാര്യമെല്ലാം തന്നെ ആദർശ് കണ്ടെത്തും. പിന്നീട് അങ്ങനെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.